നമ്മൾ ഭക്ഷണം കഴിച്ചു, എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ ഭക്ഷണപ്രിയരാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ണൂരുകാരൻ. ഭക്ഷണപ്രിയർ എന്ന് മാത്രമല്ല, ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ആതിഥ്യ മര്യാദയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് കണ്ണൂർ ജില്ല. അങ്ങനെ പറയുമ്പോൾ വളരെ കുറച്ച് കാലഘട്ടം കൊണ്ട് തന്നെ ശരിക്കും എല്ലാവരും നെഞ്ചിലേറ്റിയ ഒരു സ്ഥാപനമാണ് റാക്ക് കഫേ എന്ന് പറയുന്നത്. കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിന് അരികിലുള്ള റാക്ക് കഫേ. ഇവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. റാക്ക് കഫേയിലെ വിശേഷങ്ങളാണ് അറിയുന്നത്. ഒരുപാട് വെറൈറ്റി ഫുഡും ഒരുപാട് വെറൈറ്റി ഫുഡ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് തീർച്ചയായിട്ടും അതൊക്കെ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് റാക്കിലേക്ക് കയറുമ്പോൾ അല്ലേ, റാക്ക് കഫേയിലെ വിശേഷങ്ങൾ. മാവേലിയോടൊപ്പം എന്ന പ്രോഗ്രാമായിട്ട് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് റാക്ക് കഫേയിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട റേസ്ക നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കൂടുതൽ സുന്ദരനാകുന്നു. കാരണം ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല ഭക്ഷണം വിളമ്പുന്നു. മനസ്സറിഞ്ഞ് ഭക്ഷണം വിളമ്പുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, നമ്മുടെ ഈ റാക്ക് കഫേ വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ കണ്ണൂരിൻ്റെ വെളിയിലുള്ള ഓരോ ആൾക്കാരുടെ മനസ്സിൽ കീഴടക്കാൻ പറ്റിയിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? പറഞ്ഞതുപോലെ തന്നെ നല്ല ഭക്ഷണങ്ങൾ നൽകുന്നു, മനസ്സറിഞ്ഞ് ഭക്ഷണങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനൊരു ഐഡിയ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? കാരണം ഇത് എൻ്റെ ഉപ്പാൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, നല്ല റെസ്റ്റോറൻറ്റ് തുടങ്ങാം, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ ഉപ്പാൻ്റെ റെസ്റ്റോറൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. കുറച്ച് കാലത്തിന് ശേഷം അത് ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. പക്ഷേ ഉപ്പാൻ്റെ ആഗ്രഹം ഞാൻ ഏറ്റെടുത്തിട്ട് എൻ്റെ ഉപ്പാൻ്റെ പേര് വെച്ചിട്ട് എൻ്റെ പേര് റയീസ് AK അബ്ദുൽ ഖാദർ, എൻ്റെ ഉപ്പാൻ്റെ പേര് വെച്ചിട്ട് ഞാൻ ബ്രാൻഡ് ചെയ്ത്. അപ്പോൾ ആ ഉപ്പാൻ്റെ ആഗ്രഹം പോലെ ഉപ്പാൻ്റെ ഡ്രീമായിരുന്നു നല്ല ഭക്ഷണം വിളമ്പാം. ആ ഡ്രീം ഞാൻ മുന്നോട്ടേക്ക് പോയി. ഇനിയിപ്പോൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ പുതിയൊരു ബ്രാൻഡിൻ്റെ റാക്ക് ക്രീം ഐസ്ക്രീം ബ്രാൻഡ്. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഐസ്ക്രീംസ് റീസെന്റ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകും. കണ്ണൂരാണ്. ഇവിടെ തന്നെ അങ്ങനെ ഒരുപാട് സംഭവം ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഈ കിച്ചണിൽ ഞങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഐസ്ക്രീംസ് വേൾഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ്, ഇറ്റാലിയൻ പ്രൊഡക്റ്റ് റീസെന്റ് ലോഞ്ച് ചെയ്യാൻ പോകും. അപ്പോൾ ഇവിടെ നമ്മൾ മാവേലി വന്ന ശേഷം എല്ലാവരും പറഞ്ഞു കുടൽ കുറച്ച് കുറവായി ഇപ്രാവശ്യം മാവേലിക്ക്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുടലാണ്. പക്ഷേ ഇവിടെ നിന്നൊക്കെ പ്യൂർ. അതിൻ്റെ പ്രശ്നം എന്താ അറിയോ, ഈ പഴകിയ എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുടലിയാണെന്നുള്ള സത്യം. പക്ഷേ ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞ് ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം, ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇത്ര നേരം ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ചെറിയൊരു അസ്വസ്ഥത, ഒരു ഉറക്കക്ഷീണം എല്ലാം ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ അവിടുന്ന് ആ കുടിച്ച ആ വെള്ളമല്ലേ, അതിൻ്റെ പേരെന്താണെന്ന് മാവേലിക്ക് അറിയില്ല, അത് കുടിച്ചപ്പോൾ ഒരു ഉന്മേഷം, എനർജി വന്നില്ലേ. ഞങ്ങൾ ഈ ഷോപ്പിൻ്റെ ആംബിയൻസ് ഒരു പോസിറ്റീവ് ഫീലാണ്, പോസിറ്റീവ് എനർജിയിലാണ്. ലൈമുണ്ട്. ചെറുനാരങ്ങൻ്റെ ആളാണ്. റീസെൻ്റ് ഞങ്ങൾ ഡെലിവറി കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആഫ്റ്റർനൂൺ 12 മണി മുതൽ രാത്രി 12 മണി വരെ നമ്മൾ സ്റ്റാർട്ടിങ് ടൈം. പിന്നെ ജനങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു ഡെലിവറി റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ റാക്ക് ക്രീം വരാൻ പോകുന്നു, തീർച്ചയായും ഡെലിവറി സർവീസ് വരാൻ പോകുന്നു. എല്ലാം കൊണ്ടും വെറൈറ്റി സംഭവങ്ങളായിട്ടുള്ള തീർച്ചയായിട്ടും എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർ വന്നതായിരിക്കാം. ഒരു കൂട്ടായ്മ വേണമെങ്കിൽ, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വേണമെങ്കിൽ, നമുക്കറിയാം ഇപ്പോൾ ഒരു നമ്മുടെ ഈ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് പിറകിൽ ഒരുപാട് കൂട്ടുകാരൊക്കെ വരുന്നു, ഒരുപാട് പിള്ളേരൊക്കെ വരുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇവിടുന്ന് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്നു, ആ സൗഹൃദങ്ങൾ പുതുക്കാൻ പറ്റുന്നു. ഇതൊക്കെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. അതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് റാക്കിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അച്ഛൻ്റെ അല്ലെങ്കിൽ ഉപ്പയുടെ ആ ഒരു കാലഘട്ടം, ആ ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, ആ ഒരു പ്രതീക്ഷ ഇദ്ദേഹത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞത് വലിയൊരു സംഭവമാണ്. വലിയൊരു സല്യൂട്ട് ചെയ്യണം. കാരണം പകുതിക്ക് വെച്ച് നിർത്താതെ താങ്കൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അതാണ് ഏറ്റവും വലിയ, പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഒരു റാക്ക് ക്രീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ഡെലിവറി സർവീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഇവിടെ. സന്തോഷം. അപ്പോൾ ഒരുപാട് സന്തോഷം. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണൂർ വിഷൻ ചാനലിലെ പ്രേക്ഷകർക്ക് റാക്കിൻ്റെ പേരിൽ ഒരു ഓണാശംസ നേരാവും. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കേരളീയർക്കും, റാക്കിൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും, അതേപോലെ കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. അതോടൊപ്പം തന്നെ ഞങ്ങൾ കണ്ണൂർ വിഷൻ ചാനലുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട റാക്ക് കഫേക്ക് ഞങ്ങളുടെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ ഒരു സ്നേഹ ഉപഹാരമാണ്, ഓണ ഉപഹാരമാണ്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാം വിജയിക്കട്ടെ, വൻ വിജയമായി മാറട്ടെ.